നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് ചേർന്ന് ചൊല്ലാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. കിടത്തുന്നു, സ്വസ്ഥജലവെള്ളത്തിന് എനിക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ പഠിപ്പിക്കുന്നു, തിരുനാമത്തെ നീതിവാദികൾ നടത്തുന്നു. നടന്നാലും ഞാൻ അരണത്വവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ, എന്റെ വഴിയിലൂടെ എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലവീണോട് അഭിഷേകം ചെയ്യുന്നു. എന്റെ അറിയുന്നു. നന്മയും കരുണയും ഞാൻ എപ്പോഴും ആലയത്തിൽ വസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഗലീലയിലെ കാനാവിൽ വെച്ച് നിന്റെ സന്നിധിയാൽ വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ശുദ്ധീകരിച്ച കർത്താവേ, ഇന്ന് അവിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള നിന്റെ ദാസരെ അനുഗ്രഹിക്കണമേ. അവരെ നിന്റെ നല്ല വിചാരണയുടെ സംരക്ഷണത്തിൽ കീഴിൽ കാത്തുകൊള്ളണമേ. അവർ നിന്റെ പരിശുദ്ധ നാമത്തെ ഇടപെടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുവാനാകണമേ. അവർ നിന്റെ ഹിതം അനുസരിക്കുവാൻ ഇടയാക്കണമേ. നിന്റെ സംരക്ഷണയിൽ അവർ ക്ഷേമമായത് അവരുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിലും വിശുദ്ധ സമാധാനത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സംഗതി വരുത്തണമേ. അന്ത്യത്തിൽ ജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവ കുടുംബത്തിലും പേർവരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ കുടുംബത്തെ ഇതിൽ പാർക്കുന്നവരെയും അവിടെ അനുഗ്രഹിക്കണമേ. ദൈവമുള്ള ഭാവമായ എല്ലാ കാലത്തും അറിയപ്പെടുവാൻ ഇവരെ ഇടയാക്കണമേ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അവസരമാക്കി തീർക്കണമേ. വിവാഹം മൂലം ഈ ഭവനവുമായി ബന്ധപ്പെടുന്ന കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെയും എല്ലാവിധ ക്രമീകരണങ്ങളിലും തിരുകടാക്ഷം ഉണ്ടായിരിക്കണമേ. സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇരുവരെയും ഇരു ഭവനങ്ങളെയും കാത്തുകൊള്ളണമേ. വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന മഹാഭാഗ്യത്തിൽ പങ്കെടുക്കേണ്ടുന്നവരാണ് എന്ന ചിന്ത ഞങ്ങൾക്കും നൽകണമേ. ഗലീലയിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയെ ശുദ്ധീകരിച്ച നിന്റെ പ്രിയപുത്രന്റെ സംഗതി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നിന്നിൽ ആരംഭിച്ച് നടത്തി നിന്റെ പരിശുദ്ധമുള്ള നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് തക്കപ്പണ ഏതിനും അനുഗ്രഹിച്ച് നൽകിയ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, കാലാകാലങ്ങളിൽ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെടുവാനായിട്ട് ഒരുങ്ങുന്ന പ്രിയ അമിതയും നിന്റെ മകൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ വിജുമച്ചനെയും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കുടുംബങ്ങൾ തമ്മിൽ വിവാഹത്തിനായി ഒരു ധാരണയിലെത്തുകയും ആ ധാരണ രണ്ട് കുടുംബങ്ങളെ വിളിച്ച് വരുത്തി അത് ഉറപ്പിക്കുകയും ഇന്ന് ആ വിശുദ്ധാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടി എൻ്റെ സന്നിധിയിൽ അടികൾ കടന്നു വരുന്നു. കർത്താവെ, ഇന്ന് നടക്കുന്നതായ വിവാഹ ശുശ്രൂഷയെ അവിടുന്ന് വാഴ്ത്തണമേ. ഗലീലയിലെ കാനാവിൽ ഇത് സാന്നിധ്യം കൊണ്ട് ആ വിവാഹത്തിൻ്റെ കുറവുകളെ ബലഹീനതകളെ നീക്കിയ കർത്താവെ, ഇത് സാന്നിധ്യം ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവീനെന്ന ആ നിയോഗത്താൽ കർത്താവെ, അപ്പോഴും നിറച്ച ആ ശുശ്രൂഷകരെ പോലുള്ള വിശ്വാസത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവർ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം കരുതുവാനും അന്യോന്യം വിശ്വസ്തരായിരിക്കാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ട് ഇന്ന് വിവാഹത്തിലൂടെ ഒന്നാക്കി ചേർക്കപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കർത്താവേ, ഒരു സാന്നിധ്യം നിന്റെ മക്കളിൽ ഉണ്ടാകണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമും സാറായും സുഹാക്കും റബേക്കയും പോലെ കർത്താവേ, പുതിയ നിയമസഭയ്ക്കായി പ്രവർത്തിച്ച അനേക കുടുംബങ്ങളെ പോലെ നിന്റെ മക്കളെ അവിടുന്ന് എടുക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ സന്നിധി തലമണിക്കുന്ന പ്രിയ ഷൊറിയച്ചനെയും കുടുംബാംഗങ്ങളായി പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഇതിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ക്യാമറ സെറ്റിംഗ്സൊക്കെ നൽകുന്ന ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ പ്രവർത്തിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അടികൾ കടന്നു പോകുന്ന വണ്ടി വാഹനങ്ങളൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയ്ക്കായി അടികൾ പ്രാർത്ഥനയോടുകൂടി ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നു. താവേ, അവിടുന്ന് മുന്നേ കടന്നുപോയി എല്ലാ തടസ്സങ്ങളും നീക്കി അനുഗ്രഹമാക്കി തീർക്കണം. കാലാവസ്ഥയൊക്കെ ദൈവത്തിന് ഇടമെങ്കിൽ അനുഗ്രഹിച്ച് നൽകണം.
ഇവിടുത്തെ സർക്കാരുകൾ അനുഗ്രഹിക്കണം, കൂടി വരവുകൾ അനുഗ്രഹിക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടുത്ത് പോകുന്നു കർത്താവേ, അവിടുന്ന് മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ഞങ്ങളുടെ അനുഗ്രഹിക്കുന്നു. സ്ത്രീയുടെ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ആശീർവാദം. വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരു കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെ വിചാരിച്ചക്കാരെയും മറ്റ് ശുശ്രൂഷകളും തുടർന്നുള്ള അവരുടെ ദൈവ വേലയുടെ നേടും ലഭിക്കുമാറാകും.
സങ്കീർത്തനം 23 ചേർന്ന് ചൊല്ലാം. Psalms 23. Let's all join together. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. പച്ചയാടുകളുടെ അവനെ ഏറ്റെടുക്കുന്നു, സ്വസ്ഥതയോടെ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലെ എന്നെ ആശ്വസിക്കുന്നു. എന്റെ ശത്രുക്കാരുടെ നീ എനിക്ക് വിരുദ്ധെടുക്കുന്നു, എന്റെ തലയിലുള്ള അഭിഷേകം ചെയ്യുന്നു. എന്റെ പാരപാത്രം നന്മയും കരുണയുടെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഗലീലയിലെ കാനാവിൽ വെച്ച് നിന്റെ സന്നിധിയാൽ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയെ ശുദ്ധീകരിച്ച കർത്താവേ, ഇന്ന് ആ വിശുദ്ധ അവസ്ഥയിൽ ഒന്നിച്ചു ചേർക്കപ്പെടുവാനുള്ള നിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. അവരെ നിന്റെ നല്ല വിചാരണയുടെ സംരക്ഷണയിൽ കീഴിൽ കാത്തുകൊള്ളണമേ. അവർ നിന്റെ വിശുദ്ധ നാമത്തെ ഇടപെടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുമാറാകണമേ. അവർ നിന്റെ ഹിതം അനുസരിക്കുവാൻ ഇടയാക്കണമേ. നിന്റെ സംരക്ഷണയിൽ അവർ ക്ഷേമമായിരുന്നു അവരുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയിടണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിലും വിശുദ്ധ സമാധാനത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സംഗതി വരുത്തണമേ. അന്ത്യത്തിൽ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ സകല ആത്മീയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകമായ കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ജീവന്റെയും സ്നേഹത്തിന്റെയും ദാതാവായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, സ്നേഹത്തെ നീ കൂട്ടിച്ചേർക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹത്തെ അറിയിക്കണമേ. അവർക്കൊരു ഭവനത്തെ നിർമ്മിച്ച് അതിനെ വെളിച്ചത്തിന്റെയും സ്നേഹത്തിന്റെയും വാസസ്ഥലമാക്കണമേ. നിർമ്മലവും സത്യവുമായതെല്ലാം അവിടെ വർദ്ധിച്ചു വളരുമാറാകണമേ. ദൈവത്തിക്കടുത്ത് ഒരുമയ്ക്കും ഐക്യതയ്ക്കും തടസ്സമായിരിക്കുന്ന സകലത്തെയും അവിടെ നിന്ന് അകറ്റണമേ. അതിനെ പുതിയതും മാധുര്യമുള്ളതും പരിശുദ്ധവുമായ സ്വാധീനശക്തിയുടെ കേന്ദ്രമാക്കി തീർക്കണമേ. ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനവും അവരുടെ കാര്യാദികൾ നടത്തുന്നതിന് വിവേകവും നൽകണമേ. അവരോട് കൂടെ നിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഇരിക്കുമാറാകണമേ. അവരെയും അവർക്കുള്ളവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ രാജ്യം അവകാശമാക്കുവാൻ അവർക്ക് ഇടയാക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സർവ്വപേർ കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായി ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ കുടുംബത്തെ ഇതിൽ പാർക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ദൈവമുള്ള ഭവനമായ എല്ലാ കാലത്തും അറിയപ്പെടുവാൻ ഇവരെ ഇടയാക്കണമേ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അവസരമാക്കി തീർക്കണമേ. വിവാഹം മൂലം ഈ ഭവനവുമായി ബന്ധപ്പെടുന്ന കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെയും എല്ലാവിധമായ ക്രമീകരണങ്ങളും തിരുകടാക്ഷം ഉണ്ടായിരിക്കണമേ. സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇരുവരെയും ഇരു ഭവനങ്ങളെയും കാത്തുകൊള്ളണമേ. വിവാഹ വിരുന്നിൽ പങ്കുകൊള്ളുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന മഹാഭാഗത്തിൽ പങ്കെടുക്കേണ്ടവരാണെന്ന ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. ഗലീലയിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ വിശുദ്ധീകരിച്ച നിന്റെ പ്രിയപുത്രന്റെ സന്നിധി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നിന്നിൽ ആരംഭിച്ച് നടത്തി നിന്റെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സകല അനുഗ്രഹങ്ങളുടെയും കാരണവനും അവയെ ഞങ്ങൾക്ക് നൽകുന്നവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, കഴിഞ്ഞ കാലമെല്ലാം ഞങ്ങളെ കരുണയോടെ നടത്തി അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾ നിന്റെ കൃപയ്ക്കും സഹായത്തിനുമായി തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങളാൽ തന്നെ ഞങ്ങൾക്ക് നന്മയുള്ളതോ ശുദ്ധമായുള്ളതോ യാതൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. നിന്നെ കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന യാതൊരു കാര്യത്തിലും ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഇന്ന് വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനുള്ള നിന്റെ മക്കളെ കടാക്ഷവരെ അനുഗ്രഹിക്കണമേ. അവർ പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും ഒരുമിച്ച് പാർത്ത് ജീവവരിൽ നിന്റെ സ്നേഹത്തിൽ വസിക്കുമാറാക്കണമേ. നിന്റെ വചനപ്രകാരം അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് അവരെ ഇടപെടാതെ ഭരിച്ചു നടത്തുകയും അവരിൽ വസിച്ച് അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നീ അവരെ വിളിച്ചാക്കുന്ന സ്ഥലത്തും സ്ഥിതിയിലും അവർ നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നിന്റെ കൃപ അവർക്ക് നൽകണമേ. ഈ മധ്യായുസിലെ പലവിധമായ മാറ്റങ്ങളിടയിൽ അവർ എപ്പോഴും നിന്നോട് ചേർന്ന് ജീവിക്കുമാറാകണമേ. ഐശ്വര്യകാലത്ത് നിന്നെ മറക്കാതെയും ആപത്ത് കാലത്ത് നിന്റെ സ്നേഹത്തെ കുറിച്ച് സംശയിക്കാതെയും ഇരിക്കുവാൻ നിന്നുള്ള സ്ഥിരമായ വിശ്വാസം അവർക്ക് നൽകണമേ. ഇവരുടെ വിവാഹം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ നടത്തിപ്പും സഹായവും ഉണ്ടായിരിക്കണമേ. ഗലീലയിലെ കാനാവിൽ എഴുന്നള്ളി വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച നിന്റെ പ്രിയപുത്രന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിവാഹ വിരുന്നിൽ പങ്കുകൊള്ളുന്ന ഏവരെയും കടാക്ഷിച്ച് കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാകുന്ന സ്വർഗീയ ഭാഗ്യത്തിൽ ഓഹരിക്കാരാകത്തക്കവണ്ണം നിന്റെ കൃപയും സ്വർഗീയ അനുഗ്രഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും
നിന്നിൽ ആരംഭിച്ച് നടത്തി നിന്റെ വിശുദ്ധമുള്ള നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയരണമെന്ന് ഞങ്ങൾ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും വാഴ്വതും നാം എല്ലാവരുടെ കൂടെയും പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ശുശ്രൂഷ നടത്തുന്നവരുടെ കൂടെയും ആ ശുശ്രൂഷയിലൂടെ ഒന്നാക്കപ്പെടുന്നവരുടെ കൂടെയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
പ്രിയമുള്ളവരെ, ഡീക്കൻ വിജിൻ ജോൺ വർഗീസ്, അമിത സൂസൻ മാത്യു വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിലും ഈ സഹായത്തിന് മുമ്പാകെ കൂടി വന്നിരിക്കുന്നുണ്ട്. വിവാഹം മാനമുള്ള അവസ്ഥയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായുമായ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തിയതും ആകുന്നു. ഈ വിശുദ്ധ അവസ്ഥയെ മശിഹ ഗലീലെ കാനാവിന്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജരാവകാശമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ടുപ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവത്തോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്, ദൈവപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ പുകഴ്ചയ്ക്കും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും. രണ്ടാമത്, ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേർപാതയിൽ നടത്തപ്പെടേണ്ടതിനും. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും. മൂന്നാമത്, ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്കകാലം കാണിക്കുവാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേലാൽ ഒരിക്കലും പറയാതെ ഇരിക്കണം. വിജിൻ, അമിത, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കൊണ്ട് ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷിയായി ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ദൈവത്തിന് പ്രകാരമല്ലാതെ യോജിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുകയും. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ അമിതയുടെ ഭാര്യയായി കൈക്കൊള്ളുന്നു. നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. അമിത, വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ വിജിനെ നിന്റെ പിതാവായി കൈക്കൊള്ളുന്നു. നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നത് ആര്? വിജിൻ ആകുന്ന ഞാൻ, അമിത ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേല ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ ഓർമ്മിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊടുക്കും. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. അമിത ആകുന്ന വിജിൻ ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും
സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന ഈ മോദങ്ങളെയും മന്ത്രങ്ങളെയും വാഴ്ത്തണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ മക്കൾ ദിവ്യസമാധാനത്തിൽ വിശ്വസ്തയിലും വസിക്കേണ്ടതിനും തിരികെ വളരേണ്ടതിനും മറ്റുപോകാത്തതിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാമൂലം കൃപാകരണമേ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായി ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മോതിരത്തെ പിടിക്കും. എൻ്റെ പിന്നാലെ പറയാം. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെ അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യും. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കും. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. Lord,
സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയകൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവായ ദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ബിജിന്റെയും അമിതയുടെയും മേൽ നിന്റെ നാമകരണം ചൊരിയണമേ. ഇസ്ഹാഖും വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നത് പോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞ ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടുകൂടെ എപ്പോഴും ഒരുമിച്ച് കാത്ത് നിന്റെ കൽപ്പനകളിൽ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. കോട്ടയം കഞ്ഞിക്കുഴി CSI അസെൻഷൻ ഇടവകയിൽ ചിറയിൽ ശ്രീ വർഗീസ് ജോണിന്റെയും ശ്രീമതി സുജാ റെയ് ജോണിന്റെയും മകൻ റവറൻ ഡീക്കൻ ബിജിൻ ജോൺ വർഗീസും കോട്ടയം ചാലുകുന്ന് CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ കന്യാകുളം പരേതനായ മാത്യു കെ ജേക്കബിന്റെയും ശ്രീമതി അനില മാത്യുവിന്റെയും മകൾ അമിത സൂസൻ മാത്യു വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് ഇതിനെ ദൈവത്തിന്റെ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും മിന്നും മന്ത്രിയോടെയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാൽ കരസംയോജനത്താലും അത് അറിയിച്ചതുകൊണ്ട് ദൈവനിയോഗപ്രകാരവും സഭയുടെ ഈ രാജ്യത്തിന്റെ നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവിന്റെ കരുണ കൃപയോട് നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾ ഉണ്ടാകുവാനും ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ോ
വിശുദ്ധ വിവാഹം രാജ്യത്തിൻ്റെ വികസനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത് കൂടിച്ചേരുമ്പോൾ പലപ്പോഴും തമ്മിലുള്ള സ്നേഹവും ലഭിക്കുന്നു. നേരത്തെ തീരുമാനങ്ങളുടെ പ്രാർത്ഥനയുടെ ശുശ്രൂഷ സന്തോഷത്തിൽ സഹായിക്കണം. ഇവരുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് പറയുവാൻ ഇവരുടെ മനസ്സുകളെ ഇവരുടെ ഒന്നാക്കി തരുന്നു. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കുവാൻ പരസ്പരമുള്ള ആശ്രയം ദൈവത്തിൽ നിന്നുള്ള ആശ്രയം പ്രാപിക്കുവാൻ ഇവരെ ശക്തീകരിക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ചേർന്ന് ഇവരെ പ്രാർത്ഥിക്കണം. ജീവനും വിശ്വസ്തരായ ദൈവരാജ്യ സ്ഥിരമായ കിടന്ന് ഇവരുടെ ധാരാളമായ ക്രിസ്തുവിന് അപേക്ഷിക്കുന്നു. മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിനക്കുമയുടെ നാടുകളുടെ മാത്രമാകുന്നു. ഇവ ദൈവകൃപയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. സന്താന സൗഭാഗ്യമുള്ളവരും തങ്ങളുടെ പേരുടെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരും അവിടുന്ന് ആക്കണമേ. വൈദികപ്രകാരമുള്ളത് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയിച്ചവരായിരിക്കുവാൻ നിന്നെ ഞങ്ങളോട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഒരു നാളില്ലാതെന്ന് ഉപദേശിച്ച ദൈവമേ, മനുഷ്യനായിരിക്കുന്നവരുടെ സഭയും തമ്മിലുള്ള ആത്മീയ വിവാഹത്തെ ഒരുവരെ സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായി വിവാഹത്തിന്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള ഭാഗമായി നീ ശുദ്ധീകരിക്കുന്നുവല്ലോ. ദൈവമേ, മനുഷ്യനായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ നിയമിച്ച് അതിനെ സന്ദർശിക്കുന്ന പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുമല്ലോ. അപ്രകാരം വിജയം അമിതയും വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവർ ഇരുവരും അനുഗ്രഹിച്ച് ഇവർ രാജ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം കൊടുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും എല്ലാറ്റിനും മേലെ സമ്പൂർണ്ണതയോടെ ബന്ധമായ സ്നേഹം ധരിക്കുകയും ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്.
നന്ദിയുള്ളവരുമായിരിക്കുകയും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും പ്രധാനമായ യേശുവിന്റെ നാമത്തിൽ ചെയ്തതും അവൻ പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. ദൈവനാമത്തിന് നമുക്കുണ്ടാകട്ടെ. ഇന്ന് വിവാഹത്തിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച ഡീക്കൻ ബിസിനസ്സിനും അമിത പ്രശ്നയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നമുക്ക് എല്ലാവർക്കും പ്രബോധനം അറിയിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള രാജകീയ ക്ഷണിക്കുന്നു. സഹപ്രവർത്തകരായ സ്നേഹം ബഹുമാനമുള്ള അച്ഛന്മാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അന്യതര സാധാരണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടന്നു. എന്നാൽ അത് ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും തുറന്ന് ആരാധനകൾ ആരംഭിച്ച് കഴിഞ്ഞു. ദൈവം ഈ കാലയളവിൽ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലോകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാഹചര്യം വളരെ പ്രയാസകരമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പ്രത്യേകിച്ച് ശുശ്രൂഷന്മാർക്കൊപ്പം ദൈവത്തിൻ്റെ കരുണകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രിയമുള്ള വിജിൻ അച്ഛനോടും അമിത അച്ഛമ്മയോടും മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബാംഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന വിജിനച്ഛനും അമിത അച്ഛമ്മയും എനിക്ക് മുമ്പ് 2 പ്രാവശ്യം അച്ഛമാണെന്നുള്ള അമിതയോടുള്ള സംബോധന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്ന് അമിതയുടെ സ്റ്റാറ്റസ് മാറി അമിത പശ്ചിമയായിരിക്കുന്നു. അമിത പശ്ചിമയ്ക്കും എല്ലാവിധ ആശംസകൾ പ്രത്യേകിച്ച് അഭ്യർത്ഥിയ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന അമ്മി അച്ഛന്മാർ തോമസ് കെ ഉമ്പലത്തിന് വേണ്ടി അധികമായിട്ടുള്ള എല്ലാ പട്ടക്കാരും അവരുടെയൊക്കെ പേരിൽ ഞാൻ ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. കത്തീഡ്രൽ അസെൻഷൻ ഇടവകളിൽ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചില 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഗോഡ്ലി ഹോംസ് അല്ലെങ്കിൽ ഗോഡ്ലി പേരൻസ്, 2 ഗോഡ്ലി ചർച്ചസ്, 3 ഗോഡ്ലി ഫ്രണ്ട്സ്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. എങ്കിലും ഇവയൊക്കെ ജീവിതത്തിലെ നല്ല സ്വാധീനങ്ങളാണ്. ജീവിതത്തിലെ നല്ല സ്വാധീനങ്ങൾ ദൈവകൃപയാൽ നിങ്ങൾക്ക് അത് ധാരാളമായി ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. ദൈവത്തിന്റെ സ്തോത്രം. കഞ്ഞിക്കുഴി ചെറിയിൽ കുടുംബമായ ഇതിനും കോട്ടയം കണിയാകുളം കുടുംബമായ കുടുംബാംഗമായ അമിതയ്ക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ധാരാളം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ചില കളിപ്പാട്ടങ്ങളുള്ള പ്രയോഗം തെറ്റാണ്. ബിൽഡിംഗ് ബ്ലോക്സ്, ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ യുവർ മാരേജ്. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് സഹായകരമായിട്ടുള്ള 2-3 ബിൽഡിംഗ് ബ്ലോക്സ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, let God be the center of your marriage, the centrality of God.
രണ്ട്, സെൻട്രാലിറ്റി ഓഫ് ലവ്, സ്നേഹത്തിന്റെ അടിസ്ഥാനം. മൂന്ന്, സെൻട്രാലിറ്റി ഓഫ് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. മൂന്ന്, നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ത്രീ വെരി എസെൻഷ്യൽ ingredients for a successful marriage. ദൈവത്തെ മാറ്റി നിർത്തിയാൽ, സ്നേഹം ഒഴിവാക്കിയാൽ, ബന്ധങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം, അനുഗ്രഹകരമായ വിജയകരമായ കുടുംബജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല. 127 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, കർത്താവ് വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനം. 127 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, സെൻട്രാലിറ്റി ഓഫ് ഗോഡ്. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. തിയോളജിക്കൽ ഗ്രാജുവേഷനോട്, പട്ടക്കാരനോട് ദൈവശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന കാര്യമില്ല എന്ന് എനിക്കറിയാം. God's word be the rule of your home. ദൈവവചനം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ നിയമമാണ്. God's word should be the benchmark of your home, and God's word should be the final word of your home. ദൈവത്തിന്റെ വചനം, God's word is very important. And God's presence, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ you will land up in crisis, you will land up in problems, you will land up in needs. So ആ സമയത്ത് ഓർക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തീകരണം, God's presence will sustain your home, your building. മൂന്നാമതായിട്ട് God's purpose, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് കുടുംബജീവിതത്തെ സംബന്ധിച്ച്, ഫാമിലിയെ സംബന്ധിച്ച്. ഞാൻ അവിടെ അവസാനത്തിൽ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, your theology will decide your lifestyle. നാം ദൈവത്തെ എങ്ങനെ അറിയുന്നു, ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം അനുസരിച്ചായിരിക്കും നമ്മുടെ കുടുംബ ജീവിതം പണിയപ്പെടുന്നത് എന്ന് ഓർമ്മിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ അത് സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. Marriage is a covenant between man and woman in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു പുരുഷനും സ്ത്രീയും എടുക്കുന്ന ഉദാത്തമായ ഉടമ്പടിയാണ് മാരേജ് എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. So let God be the center of your marriage. രണ്ടാമത്തെ ബിൽഡിംഗ് ബ്ലോക്ക്, the centrality of love. ഇന്ന് വായിച്ച കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കേട്ടില്ല, എല്ലാറ്റിനും മീതെ സ്നേഹം ഹരിപ്പി എന്ന് നമ്മൾ വായിച്ച് കേട്ടു. സ്നേഹത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പരസ്പര കീഴടങ്ങൽ, മ്യൂച്വൽ സബ്മിഷൻ ഔട്ട് ഓഫ് റെവറൻസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സ്നേഹത്തിലുള്ള ഒരു കീഴടങ്ങലാണ് കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സബ്മിറ്റ് ടു വൺ അനദർ ഔട്ട് ഓഫ് റെവറൻസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിലൊരു നിങ്ങൾ രണ്ടുപേരും ഹാൻഡ്സ് അപ്പ് ആക്കട്ടെ. വേറെ ഒരാളുടെ മ്യൂച്വൽ എഗ്രിമെന്റ് ഇല്ലാതെ ഒരു കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. You took your final decision in your life. Vijay took, I will marry Amita. Amita said, I will marry Vijay. നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം പരസ്പരം ആലോചിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തെ കുറിച്ചൊരു കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതല്ല. Love is not gazing at each other, but looking outward in the same direction. അതായത് സ്നേഹം എന്ന് പറയുന്നത് ദർശനങ്ങളിലുള്ള ഒരു ഐക്യമാണ്. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, തുടർന്ന് സഹവാസ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ദർശനങ്ങളിലുള്ള ഒരു ഐക്യമാണ്. അത് ഒരുമിച്ച് നോക്കാനായിട്ട്, ഭാവിയിലേക്ക് ഒരുമിച്ച് നോക്കാനായിട്ട് നിങ്ങൾ കഴിയട്ടെ.
അവസാനമായിട്ട് ഒരു കാര്യത്തിന്റെ ഫൈനൽ ബിൽഡിംഗ് ബ്ലോക്ക് ഈസ് റിലേഷൻഷിപ്പ്. നമ്മുടെ സംസ്കാരത്തിൽ വിവാഹം എന്ന് പറയുന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, കുടുംബങ്ങൾ തമ്മിലാണ്. അവിടെ ബന്ധങ്ങളെ മാനിക്കണം, ഓണർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ഇടവകയുടെ ശുശ്രൂഷകരായിട്ട് നിങ്ങളുടെ ജീവിതയാത്ര തുടരുവാനായിട്ട് പോവുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് അച്ഛനായും അവിടെയുള്ള ആളുകൾക്ക് കൊച്ചമ്മയായും വർദ്ധിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ തുടരുകയാണ്, ബന്ധങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഈ പ്രത്യേക കാര്യത്തിലുള്ള സഭാ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിലും നിങ്ങൾ രണ്ടുപേരും ഓരോ സെറ്റ് പേരൻസും ഓരോ സെറ്റ് സിബ്ലിങ്സും ഈ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുക. യു ആർ അക്വയറിംഗ് എ സെറ്റ് ഓഫ് പേരൻസ് ആൻഡ് എ സെറ്റ് ഓഫ് സിബ്ലിങ്സ്. ഈ ബന്ധങ്ങൾ മാനിക്കാനായിട്ട് ഓണർ ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് കുരിശിൽ കിടന്നെന്ന് പറയുന്നത് മകനെ ഇതാ നിന്റെ അമ്മ, അമ്മയോട് പറയുകയാണ് അമ്മേ ഇതാ നിന്റെ മകൻ. അവിടെ കുരിശിന്റെ ചുവട്ടിലാണ് ബന്ധങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൽ പുറത്തിറക്കപ്പെട്ട ബന്ധങ്ങളിൽ ദൃഢതയുള്ള വലിയ നല്ല കുടുംബജീവിതം നയിപ്പാൻ ദൈവത്തിനെ സഹായിക്കട്ടെ. ഈ അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള ഡോക്ടർ പി കെ ഇവിടെയുള്ള അച്ഛനോടും ഇവിടെയുള്ള വികാരിമാരോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പാട്ട് പാടുന്ന സമയത്ത് മണവാളനും മണവാട്ടിയും സാക്ഷികളോടൊപ്പം രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതും അവരുടെ സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നതാണ്. സ്തോത്ര കാഴ്ച മണവാളന് മണവാട്ടി Oh
പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥനയോടെയും പറയുമ്പോൾ നമുക്കും പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദിവ്യ വിചാരണയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിന് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബമെന്ന നിലയിലുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുന്നിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കുവാനും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെ എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥപിതാവായ ദൈവമേ, സ്നേഹന്യായപ്രമാണത്തിന്റെ നിവൃത്തിയെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിക്കുന്നു. തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് വിവാഹിതരായ ഈ നിന്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, കുടുംബം എന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവരെയും ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും പുത്രീപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുകയും കയ്യപ്പെട്ടിരിക്കുകയും തീയതിനെ വെറുത്ത് നമ്മളെ ഞങ്ങൾ കുടിക്കുകയും ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യും. എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. Oh,
അവർക്കുള്ള മംഗളഗാനം ആരംഭിക്കുന്നു. നിങ്ങളെ പുതിയൊരു കുടുംബമായിട്ട് CSI അസെൻഷൻ കന്യാകുമാരി ഇടവകയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ദൈവമാക്കി വെക്കുന്ന സ്ഥാനങ്ങളിൽ അത്ഭുതമായിട്ടുള്ള ശുശ്രൂഷ കുടുംബമായിട്ട് നിറവേറ്റുവാൻ ദൈവം തുറന്നു നിങ്ങളെ ശക്തിയിരിക്കുകയും കൃപ കൊണ്ടുവരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ മുഖ്യകാരണത്വം വഹിച്ചത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള തോമസ് ആർ തിരുമേനിയാണ്. കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് തിരുമേനിയോട് ഞാൻ പറയുന്നു. ഈ തിരുമേനിയോടൊപ്പം മറ്റ് ഭാഗങ്ങൾക്കും നേതൃത്വം നൽകിയത് വലിയ റവറൻഡ് ആനന്ദ ദേവച്ചൻ, റവറൻഡ് രാജു ജി ദേവച്ചൻ, റവറൻഡ് സന്തോഷ് മാത്യച്ചൻ, റവറൻഡ് പ്രവീൺ അച്ഛൻ, റവറൻഡ് ഷെറി അച്ഛൻ, ഇവരോടുള്ള നന്ദിയും ഈ കുടുംബങ്ങളുടെ പേരിലും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ കുടുംബങ്ങളുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് ഇവരെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും റിസപ്ഷൻ ഒരുക്കിയിരിക്കുന്നത് ഇവിടുന്ന് 500 മീറ്റർ അകലെ ക്രിസോബറി ഹോട്ടലിലാണ്. അവിടെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ കുടുംബങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. വിവാഹ ശുശ്രൂഷ അവസാനിക്കുന്നത് മണവാളനും മണവാട്ടിയും പട്ടക്കാരും തിരുമേനിയും പ്രധാന കവാടത്തിൽ ചെന്ന് പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിന് ശേഷം മാത്രമാണ്. അതുവരെ നിങ്ങൾ ആയിരിക്കുന്ന
സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവരോടും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. റിസപ്ഷനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. റിസപ്ഷനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങൾ മലബാർ ഡയസിന്റെ പേരിൽ നൽകുന്നു. പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ നിയമിക്കുകയും അവയെ സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സർവശക്തനായ പിതാവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരോട് കൂടി ഇരുന്നു ഇതുവരെയും പരിപാലിച്ച കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം കർത്താവേ, അവരിവരെയും അങ്ങ് ഒരുമിച്ച് ചേർത്ത് ഒരു കുടുംബമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവേ, ഇരു കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് അവരെല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകി അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു കുടുംബ ജീവിതത്തിൽ അങ്ങയുടെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ. കർത്താവെ, അതിഥികളായി വന്നിരിക്കുന്നവർക്ക് നൽകുവാനിരിക്കുന്ന ആഹാരത്തെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ. നന്മകളാൽ അങ്ങ് നിറയ്ക്കണമേ. സകല യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. This is a moment of great joy and enthusiasm, a blessed event in which two souls are melting into one by God's grace. യാത്ര ആരംഭിക്കുവാൻ പോകുന്ന ഈ നിമിഷത്തിൽ അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. In this auspicious occasion, we wholeheartedly invite all of you to this wonderful event. ഇനി നമുക്ക് അച്ഛനെ കൊച്ചമ്മയെ ഒന്ന് പരിചയപ്പെടാം. കോട്ടയം കന്നിക്കുഴി ചിറയിൽ കുടുംബത്തിൽ റെവറൻഡ് ഡീക്കൻ ബിജു ജോൺ വർഗീസ്, മലയാള മനോരമ ഫിനാൻസ്
ഡിവിഷൻ ഉദ്യോഗസ്ഥൻ വർഗീസ് ജോണിന്റെയും CMS കോളേജ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് സുജാ റേ ജോണിന്റെയും മൂത്തപുത്രൻ. കോട്ടയം ഗിരിദീപം ബദനി, കോട്ടയം ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും ചങ്ങനാശ്ശേരി സെയിന്റ് ബർഗ്മാൻസ് കോളേജിൽ നിന്നും ലിറ്ററേച്ചറിൽ ബിരുദവും പിന്നീട് വൈദിക പട്ടം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി എന്ന വണ്ണം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും MSW ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. തുടർന്ന് ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്ന് വൈദിക പഠനവും പൂർത്തീകരിച്ച് ഇപ്പോൾ കൂത്രപ്പള്ളി സെയിന്റ് ആൻഡ്രൂസ് CSI പള്ളിയിൽ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന്റെ സഹോദരൻ സിബിൻ ജോൺ വർഗീസ് BTech പഠനം പൂർത്തിയാക്കി ഇപ്പോൾ മുംബൈയിൽ ജോലി ചെയ്യുന്നു. കോട്ടയം ഇല്ലിക്കൽ കണിയാംകുളം കുടുംബത്തിൽ അമിത സൂസൻ മാത്യു, തലയനായ മാത്യു കെ ജേക്കബിന്റെയും അനില മാത്യുവിന്റെയും ഇളയ മകൾ. ബേക്കർ വിദ്യാപീഠത്തിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും കോട്ടയം CMS കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. ഇപ്പോൾ മൗണ്ട് കാർമൽ BA കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ചേച്ചിയുടെ സഹോദരൻ അജു ജേക്കബ് മാത്യു ബിസിനസ് ചെയ്യുന്നു. സഹോദരി ആഷ്ലി മേരി മാത്യു പുതുപ്പള്ളി ലൈഫ് വാലി ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപികയാണ്. ഭർത്താവ് ബേക്കർ ഐസക് ഫെൻ UAE ബിസിനസ് ചെയ്യുന്നു. ഇവരുടെ ഏക മകളാണ് നീയക്കുട്ടി എന്ന് വിളിക്കുന്ന Magdalene B. Fenn. Wishing you a very happy married life, dear Achachan and Chichi, Achan and Kochama. Wishing you a life full of joy, love and blessings. Thank you all for joining us. Have a nice day.
I'm failing
7-ാമത്തെ സങ്കീർത്തനം യഹോവ വീട് പണിയായിരുന്നാൽ പണിയെ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കായിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ തന്റെ പ്രിയനെ ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശം മുതലവരം നൽകുന്ന പ്രതിഫലം വീടിന്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്ന യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്റെ അവനാഴികൾ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദികൾ വെച്ച് ഇങ്ങനെയുള്ള സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന്റെ കർത്താവേ, ഉച്ചകഴിഞ്ഞ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതം മുതൽ ഈ ഒരു നിമിഷം വരെ നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവേ നിന്റെ വലിയ ദാനമാണ്, കരുണയാണ്, മനസ്സലിവാണ്, ഔദാര്യമാണ്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക, നീ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ പ്രിയപ്പെട്ട ഭവനത്ത് ദൈവം കൊടുത്ത അനുഗ്രഹത്തിനായിട്ടും നന്മയ്ക്കായിട്ടും സന്തോഷ അനുഭവങ്ങൾക്കായിട്ടും നിമിഷങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേക കർത്താവെ, പ്രിയപ്പെട്ട ഭവനത്തിലെ മൂത്ത മകനായ വിജയനച്ചനെ കർത്താവെ, ക്രിസ്തീയ കർത്താവെ ഇതപ്രകാരം വളർത്തുവാനും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും അതിലുപരിയായ കർത്താവെ നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുവാനും മാതാപിതാക്കളെയും സഹോദരനെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും കർത്താവെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവിന്റെ വലിയ വയൽ പ്രദേശത്ത് ഉത്തമ സാക്ഷിയായിട്ട് പ്രവർത്തിപ്പാൻ കർത്താവിന്റെ വിളിയെ ശ്രമിച്ചുകൊണ്ട് പ്രിയ അച്ഛൻ ഇറങ്ങി പുറപ്പെട്ട് കർത്താവെ അതിന്റെ ആദിപടിയായി എന്ന രീതിയിൽ കർത്താവെ സഭയിൽ ഒരു ശമാശനായിട്ടൊക്കെ ദൈവമേ ഉയർത്തിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അതിനെ തുടർന്ന് കർത്താവെ ജീവിതത്തിൽ ഒരു പങ്കാളി ആവശ്യമാണ് കർത്താവെ. തക്കതായ സമയത്ത് തക്കതായ ഹിതത്തിൽ കർത്താവെ തക്കതായ തുണയെ കൊടുത്ത് നീ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. എന്നാൽ ഞങ്ങൾ മുന്നമേ എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടുവെങ്കിലും കർത്താവെ നിനക്ക് ഒരു ഹിതമുണ്ടായിരുന്നു, നിനക്കൊരു സമയമുണ്ടായിരുന്നു കർത്താവെ. ആ സമയത്ത് കർത്താവെ പ്രിയപ്പെട്ടവരെ നീ ഒന്നാക്കി തീർത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഒരു രോഗാതുരമായ അനുഭവത്തിലും അവസ്ഥയിലുമാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യത്തിലും ഇപ്രകാരം ഒരു സന്തോഷ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവെ നൽകിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. വിജനത്തിനായിട്ട് സ്തോത്രം കർത്താവ്, സാക്ഷ്യത്തിനായ പ്രിയദാസന്റെ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ, കൂട്ടിനായി കൊടുത്തിരിക്കുന്ന അമിത കുശുമയ്ക്കായിട്ട് പ്രത്യേകം സ്തോത്രം കർത്താവെ. പ്രിയപ്പെട്ടവർ ജനിച്ചു വളർന്ന കർത്താവെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ കർത്താവെ ഒരു വലിയ ഉടമ്പടിയുടെ ബന്ധത്തിലേക്കൊക്കെ നിന്റെ മകൾ പ്രവേശിച്ചിരിക്കുന്നല്ലോ കർത്താവെ. അവർ ഒന്നിച്ചുള്ള കുടുംബ ജീവിതം, വ്യക്തി ജീവിതം, ശുശ്രൂഷ ജീവിതം, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ കർത്താവെ എന്നും നിനക്ക് പ്രസാദകരമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ട് കുടുംബങ്ങൾ കർത്താവ് വ്യത്യസ്തമായ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്നായി ചേരുമ്പോൾ കർത്താവെ അവരുടെ പ്രയോറിറ്റി മുൻഗണനയും ഇപ്പോഴും ക്രിസ്തുവും ക്രിസ്തുവിന്റെ രാജ്യവും മാത്രമായിരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് അവരുടെ രണ്ട് കുടുംബങ്ങളിലെ കർത്താവെ എന്നും ആദ്യ സ്നേഹം നിലനിൽപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം. ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ട് മുൻപിൽ അനേക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കർത്താവ്. പ്രഭാതം മുതലേ കർത്താവെ അനേക തടസ്സങ്ങൾ നേരിട്ടിരുന്നു കർത്താവ്. അനുഗ്രഹീതമായി ഈ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ അപ്പനെ സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവ്. ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുവാൻ കൂടി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നീ അനുഗ്രഹിച്ചു പറഞ്ഞേക്കണമെന്ന് യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ആവശ്യമുള്ള ആഹാരമേ ദൈവത്തിന്റെ കൃപയിലും കരുണയിലും നിങ്ങളെ അവരെയും പരമേൽപ്പിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഓരോരുത്തരുടെ മേലും പ്രത്യേകമായിട്ട് വിശുദ്ധ വിവാഹത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഇന്ന് മക്കളുടെ മേലും കൂടി വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചർച്ചക്കാരെ എല്ലാവരുടെ മേലും ഇന്ന് നേക്കും ഇരിക്കുമാറാകട്ടെ.